വിഷുവായിട്ട് 8 പണി കിട്ടിയത്. നല്ല പണിയല്ലേ? എന്ത് മനോഹരമായ ആചാരങ്ങൾ. എനിക്കെന്തെങ്കിലും പറയിക്കരുത്. അപ്പോൾ ഐ ആം പ്രിൻറ്റോ, ഹായ് ഐ ആം ദിവ്യ എന്നൊക്കെ പറയണമെന്നുണ്ട്. വയ്യ, ഞാനൊന്നും ചെയ്തതല്ല കേട്ടോ. കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓർമ്മ കൊടുക്കണം എന്നുള്ളത്. ഇതങ്ങനെയൊന്നും പറയും. ഡോക്ടർ എന്ത് പെടാപ്പാട് പെട്ടിട്ടാ പല്ല് പറിച്ചത്. ഡോക്ടർ അത്രയും പാടുപെടേണ്ടെന്ന് ഒരു ആവശ്യമില്ലായിരുന്നു. മല്ലയുദ്ധമായിരുന്നു, മല്ലയുദ്ധം. ഞാനും ഡോക്ടറും കൂടെ. അതെല്ലേ? എൻ്റെ അമ്മ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മറിക്കാണ്ട് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു. അതെല്ലേ? ഭയങ്കര പെയിൻ ആയിരുന്നു. ഡോക്ടറെ ഒന്ന് കാണാമായിരുന്നു. ഇഞ്ചക്ഷൻ ഇച്ചിരി കുറച്ച് കൊടുത്താൽ മതിയായിരുന്നു. അവൾക്ക് ഇച്ചിരി എന്നിട്ട് സ്റ്റോറി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, പല്ല് പറിക്കാൻ പോയതാണ്. കുറെ വർഷങ്ങളായിട്ട് ഇവള് വേദനയായി പുളകിതമായി. വിസ്ഡം ടൂത്ത് വരുന്നതിൻ്റെ വേദനയായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പം ഇന്നലെയാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. അതായത് വിഷുവിൻ്റെ തലേദിവസം. പിന്നെ പറിച്ചേക്കല്ല, ഒരാഴ്ചൻ്റെ വേദന തിന്നണ്ടേ എന്നോർത്ത് ഞാൻ പോയി പറിച്ചു. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. മേക്കപ്പും ഫോട്ടോഷൂട്ടും എല്ലാം കൊളമായി. വിഷു മറ്റേ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, മോഹൻലാലിനെ ഷോക്ക് അടിച്ചിട്ട് അവസാനം കിടക്കുന്ന അവസ്ഥ. ഏകദേശം ആ പരിപാടിയിട്ടുണ്ട്. ഇതിലെ കൂടെ കാറ് കൂപ്പി ഓടി ചാടി നടന്നുകൊണ്ടിരുന്ന ആള് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് സൈലൻ്റ് ആണ്, കംപ്ലീറ്റ്ലി സൈലൻ്റ്. ഇനി ആരെങ്കിലും ഈ നമ്മൾ കൊതുകൊക്കെ അടുത്തോടെ പോകണവർ ഈ പറഞ്ഞൊരു മൂളിച്ച് മാത്രമേ ഉള്ളൂ. ഇനി ഇതുകൊണ്ട് 3 കൊല്ലമായിരിക്കും പറിക്കാൻ കിടക്കുന്നത്. എന്ത് ചെയ്യോ? ഒന്നും കൊണ്ടും പേടിക്കണ്ട, അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഏറ്റു. ഞാൻ കേൾക്കണ്ടേ? അപ്പോൾ ആർക്കെങ്കിലും പല്ലൊക്കെ പറിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ, അല്ലേ? എക്സ്പേർട്ടായിട്ട് ദിവ്യ ഉണ്ട് ഇവിടെ പല്ല് പറിച്ച്. എല്ലാവർക്കും നമ്മുടെ വിശ്വ ആശംസകൾ. നിന്റെ ആശംസ ഒന്നുമില്ലേ? എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇപ്പം അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, ഇത്രയൊക്കെ പറ്റുന്നു. മുഖം ഭയങ്കര വട്ടമായിപ്പോയില്ലേ? നല്ല രസമുണ്ട് കാണാൻ. അമ്പിളിയമ്മാൻ്റെ വിട്ട് ഇപ്പുറ സൈഡിൽ അത് ആ സെയിം ആക്കിയാലോ? വേണ്ട, വേണമെന്നില്ല. അങ്ങനെ അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട, കൈ വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ദിവ്യക്ക് 1-2 ദിവസത്തേക്ക് റെസ്റ്റാണ്. ഈ പരുവത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. ഇന്ന് കാണാമെന്നറിയില്ല, ഇതൊക്കെ നോക്കി ആവണം. പഴയ വീഡിയോസ് വല്ലതും ഉണ്ട് ഇടാം. പുതിയതായിട്ടൊന്നും എടുക്കാറായിട്ടില്ല. ഒരു വിഷുവായിട്ടെ